ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കട്ടെ. നമ്മൾ ചെയ്യുന്നതായ ജേർണി ത്രൂ ദ ബൈബിൾ ബുക്സ് എന്നതായ സീരീസിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇയ്യോബിൻ്റെ പുസ്തകമാണ്. കഴിഞ്ഞ ലെസണിൽ നാം പഠിച്ചത് എസ്തറിൻ്റെ പുസ്തകമാണല്ലോ. ഇന്ന് നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് ഏകദേശം 42 അധ്യായങ്ങളുള്ളതായ ഒരു പുസ്തകമാണ് ഇയ്യോബിൻ്റെ പുസ്തകം. ഇത് ഏകദേശം 1 മണിക്കൂർ കൊണ്ട് നമ്മൾ പഠിച്ച് തീർക്കുവാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ പഠനത്തോടനുബന്ധിച്ച് നിങ്ങൾ ഈ പേജുകൾ മറിക്കുകയും അത് വായിക്കുകയും ചെയ്താൽ ഒന്നുകൂടെ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ നമ്മളുടെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇയ്യോബിൻ്റെ ജീവിതകാലവും അവൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. ഇതാരാണ് എഴുതിയത് എന്നുള്ളതായ കാര്യം നമ്മൾ ചിന്തിക്കും. ഇയ്യോബിൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കും. ദൈവത്തിൻ്റെയും പിശാചിൻ്റെയും ഇടപെടലുകൾ, ഇതിനു മുമ്പ് അവന് യാതൊരു ഐഡിയയും ഇല്ലാതിരുന്ന ഈ പിശാചിൻ്റെ ഇടപെടലുകളെക്കുറിച്ചൊക്കെ അവൻ്റെ അനുഭവത്തിന് ശേഷമായിട്ട് ഇന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത് പോലെ അവനെ മനസ്സിലായിട്ടില്ലാത്തതായ ഒരു കാലമായിരുന്നു അത് എന്ന് നമ്മൾ ചിന്തിക്കുന്നതായ ഒരു ബുക്കാണ് ഇത്. അതുപോലെ തന്നെ തകർന്ന ജീവിതത്തിൽ സഹായിക്കാൻ വേണ്ടി അടുത്തു വരുന്നതായ 3 കൂട്ടുകാരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. ഇയ്യോബിൻ്റെ മറുപടികൾ വളരെ ഹൃദയ തകർച്ചയോടുകൂടെ അവൻ ഹൃദയം തുറന്ന് സംസാരിക്കുമ്പോൾ ആ ഭാഗങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് ആണ് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒടുവിലായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടുള്ളത് ദൈവത്തിൻ്റെ ആ മറുപടി. ദൈവം ഇറങ്ങി വരുന്നതായ ഒരു സമയമുണ്ട് ഇയ്യോബിനോട് സംസാരിക്കുവാൻ, ഇയ്യോബിനെ അനുഗ്രഹിക്കുവാൻ വേണ്ടി. അങ്ങനെ വരുമ്പോൾ ആ ദൈവത്തിൻ്റെ വാക്കുകൾ എത്രയോ മനോഹരമാണ് എന്ന് നമ്മൾക്ക് ഈ പുസ്തകത്തിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഈ പുസ്തകം ഏറ്റവും പഴക്കം ചെന്നതായ ബൈബിൾ ബുക്സിലെ ഒരു ബുക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ വളരെ ഗ്രാജുവലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാമിൻ്റെയൊക്കെ സമയത്തെ സമകാലികനായി ജീവിച്ചിരുന്നതായ ഒരു മനുഷ്യനായിരുന്നു ഇയ്യോബ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ആ ന്യായപ്രമാണം മോശ എഴുതുമ്പോൾ അതൊക്കെ വളരെ വർഷങ്ങൾ കഴിഞ്ഞാണ് എഴുതപ്പെട്ടതായ ഒരു നിയമം ഇസ്രായേലിന് ലഭിച്ചത്. എന്നാൽ അതിന് മുമ്പുള്ള കാലത്ത് ഈ അബ്രഹാമും ഇയ്യോബും ഒക്കെ ജീവിച്ചിരുന്നാൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ഒക്കെ വെർബലായിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ വളരെ ക്ലിയറായിട്ട് അവന് ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. 1-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ തന്നെ അവൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ച് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവൻ വളരെ പണക്കാരനായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ അന്നത്തെ ഒരു പണക്കാരൻ്റെ അളവ് നമ്മൾ നിശ്ചയിക്കുമ്പോൾ അന്നത്തെ ലൈവ് സ്റ്റോക്ക് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? 7000 ആടുകൾ, 3000 ഒട്ടകം, 500 ജോഡി കാള, ചുവട് ചുമക്കുന്നതായ 500 കഴുതകൾ എന്നൊക്കെയാണ് നമ്മൾക്ക് ഇവിടെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നതായ ലൈവ് സ്റ്റോക്കുകൾ. എന്നാൽ ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മൾ വേറൊരു രീതിയിലാണ് ചിന്തിക്കുന്നത്. എത്രമാത്രം കാറുകളുണ്ടായിരുന്നു, പ്ലെയിൻ അവനുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്റ്റോക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ആമസോണ്, അതുപോലെ തന്നെ ആപ്പിള്, ടെസ്ല മുതലായ സ്റ്റോക്കുകളൊക്കെ ഇന്നത്തെ നമ്മുടെ ആസ്തികൾ നിശ്ചയിക്കുന്നതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷകളാണ്. എന്നാൽ അന്നത്തെ കാലത്ത്, ഇയ്യോബിൻ്റെ കാലത്ത്, മൃഗങ്ങളും മൃഗസമ്പത്തും ഭൂസമ്പത്തും ദാസന്മാരുടെയും ദാസിമാരുടെയും സമ്പത്തുകളുമാണ് അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഊസ് ദേശത്ത് ഇയ്യോബ് എന്നൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. എവിടെയാണ് ഈ ഊസ് ദേശം എന്ന് പറയുന്നത്?
എന്നാൽ അത് മിഡിൽ ഈസ്റ്റിലുള്ളതായ ഒരു ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പാലസ്തീൻ്റെ ചുറ്റുപാട് ഉള്ളതായ ഒരു ദേശമാണ് ഊസ് ദേശം എന്ന് പറയുന്നത്. ഇന്ന് അതുപോലെ തന്നെ ഈ പുസ്തകത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ഒരു കാവ്യ ഭാഷയാണ്. കാവ്യ ഭാഷ എന്ന് പറയുമ്പോൾ അറിവുള്ളതായ ആൾക്കാർ അന്നത്തെ കാലത്ത് എഴുതിയതായ ഇയ്യോബിൻ്റെ ഭാഷ, ഇയ്യോബിൻ്റെ കൂട്ടുകാരുടെയൊക്കെ ഭാഷ, അന്നത്തെ നിലയിൽ വളരെ അറിവുള്ളതായ മനുഷ്യരായിരുന്നു ഇയ്യോബും ഇയ്യോബിൻ്റെ കൂട്ടുകാരും ഒക്കെ. ഉന്നത നിലവാരത്തിൽ അന്നത്തെ കാലത്തുണ്ടായിരുന്നവരായിരുന്നു. അവരുടെ ഭാഷയിൽ ഒന്നുകിൽ ഇയ്യോബ് എഴുതിയതായിരിക്കാം. കാരണം ഇയ്യോബ് തന്നെ തൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് എൻ്റെ ഈ അനുഭവങ്ങൾ, എൻ്റെ ഈ വാക്കുകളൊക്കെ ഒന്ന് കല്ലിൽ കൊത്തി എഴുതി വെച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നുള്ള ആഗ്രഹം അവൻ പ്രകടിപ്പിക്കുന്നുണ്ട്. അതുപോലെ അന്നത്തെ ആ സംഭവങ്ങളൊക്കെ എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ചിലപ്പോൾ അന്നത്തെ നല്ല എഴുത്തുകാരനായിരുന്നതായ അല്ലെങ്കിൽ ആദ്യത്തെ 5 പുസ്തകങ്ങൾ എഴുതിയതായ ഈ മോശ തന്നെ എഴുതിയതായിരിക്കാം എന്നുള്ളതായ അഭിപ്രായവും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ സ്പിരിച്വൽ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോൾ ഞാൻ ഓൾറെഡിയോട് പറഞ്ഞു കഴിഞ്ഞു. അബ്രഹാമിനെ പോലെയുള്ളതായ ആ സമയത്ത് ജീവിച്ചിരുന്നത് കൊണ്ട് ഈ ന്യായപ്രമാണമൊന്നും എഴുതപ്പെട്ടതായ പ്രമാണമായിട്ടില്ലായിരുന്നു. ഓറൽ ട്രഡീഷൻ, വായ് കൊണ്ട് പറഞ്ഞു കേൾക്കുന്നതായ കാര്യങ്ങൾ മാത്രമേ അവർക്ക് അറിവുള്ളായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. തുടർന്ന് ഈ 1-ാം അധ്യായത്തിൽ തന്നെ നമ്മൾക്ക് കാണുന്നതായ വിഷയങ്ങൾ ഞാൻ പറഞ്ഞു പോകട്ടെ പെട്ടെന്ന് പോകുന്നത് കൊണ്ട്. അവന് പുത്രന്മാർ, അവർ നല്ല ഒരു കുടുംബമുണ്ടായിരുന്നു. 7 പുത്രന്മാരും 3 പുത്രിമാരും അവന് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ദൈവത്തിന് അവനെക്കുറിച്ച് നല്ല ഒരു സാക്ഷ്യമുണ്ടായിരുന്നു. അതാണ് ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത്. അവനെക്കുറിച്ച് പറയുമ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ തന്നെ പറയുന്നത്, വചനം പറഞ്ഞിരിക്കുന്നത്, അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ദൈവം തന്നെ അവനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നതായിട്ട് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ദോഷം വിട്ടകലുന്ന ഒരു മനുഷ്യനായിട്ടാണ്, നിഷ്കളങ്കനായിട്ടാണ് ദൈവം തന്നെ, പരിശുദ്ധാത്മാവ് തന്നെ അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുവാൻ ചെന്നു, അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. ഇത് ഇയ്യോബ് താമസിക്കുന്നതായ ആ സമയങ്ങളിൽ സാത്താനെക്കുറിച്ചുള്ളതായ വലിയ വെളിപ്പാടുകളോ സാത്താൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നോ ദൈവസന്നിധിയിൽ അവൻ എങ്ങനെ ചെല്ലുമെന്നോ ഒന്നുള്ളതായ അറിവോ കാര്യങ്ങളോ ഒന്നും അന്നത്തെ ജനത്തിന് ദൈവിക വെളിപ്പാടുകൾ ലഭിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഇയ്യോബിനുള്ളതായ ഈ പരീക്ഷകളിൽ കൂടെ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നതിനാലും അതിൻ്റെ റിസൾട്ടുകളൊക്കെ ഒടുവിൽ അതിൻ്റെ കൺക്ലൂഷനായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നതിനാലും ഇങ്ങനെയൊരു സാത്താൻ ഉണ്ട് എന്നും ആ ദൈവസന്നിധിയിൽ പരിമിതമായ ആ പ്രവേശനം സാത്താന് ഉണ്ട് എന്നും ഈ ലോകം എല്ലായിടത്തും ഊടാടി സഞ്ചരിച്ചുകൊണ്ട് മനുഷ്യൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാൻ വേണ്ടി ആ സാത്താനും അവൻ്റെ അനുയായികളും ഇങ്ങനെ ഓടി നടക്കുന്നു എന്നുള്ളതായ സത്യം ഇന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത് പോലെ അന്ന് ഇയ്യോബിന് മനസ്സിലാകുന്നില്ലായിരുന്നു എന്നുള്ളതായ സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ അറിയാൻ പാടില്ല എങ്കിൽ തന്നെയും അവൻ പിടിച്ചു നിന്നതായ ഒരു മനുഷ്യനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സാത്താൻ അങ്ങനെ ഊടാടി സഞ്ചരിക്കുന്നു. എന്നാൽ ദൈവം ചോദിക്കുകയാണ് 1-ന്റെ 8-ാമത്തെ വാക്യത്തിൽ, എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സാത്താൻ പറയുകയാണ്, നീ അവന് ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ എന്ന്. അവിടെയും ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൻ്റെ മക്കളായിട്ടുള്ളവർക്കും അവരുടെ ഭവനങ്ങൾക്ക് ചുറ്റും നമ്മൾക്ക് ചുറ്റും ദൈവത്തിൻ്റെ വേലി കെട്ടിയിട്ടുണ്ട്, ദൂതന്മാരുടെ കാവലുണ്ട്. ദൈവത്തിൻ്റെ അനുവാദം കൂടാതെ ഒരു പിശാചിനോ പൈശാചിയോ പ്രവർത്തിക്കോ നമ്മളുടെ ജീവിതത്തിലോ നമ്മളുടെ ഭവനത്തിലോ പ്രവേശിക്കുന്നതിനോ പ്രവർത്തിക്കുന്നോ സാധ്യമാകയില്ല എന്നുള്ളതായ കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ നമ്മൾ ചിലപ്പോൾ ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് ദൈവം ഇയ്യോബിനെ ഇങ്ങനെ അനുവദിച്ചത്? പരീക്ഷിക്കുവാൻ വേണ്ടി, അവൻ്റെ സമ്പത്തുകൾ നഷ്ടമാക്കുവാൻ വേണ്ടി എന്തിന് അനുവദിച്ചു എന്ന് ചോദിച്ചാൽ ദൈവത്തിന് തന്നെ അറിയാമായിരുന്നു എൻ്റെ ദാസനായ ഇയ്യോബ്
ഭക്തനാണ്, നിഷ്കളങ്കനാണ്, ദോഷം വിട്ടകലുന്നവനാണ്. ഈ പരീക്ഷയിൽ പിടിച്ചു നിൽക്കുവാനും സാത്താനെ ജയിക്കുവാനും എനിക്ക് വളരെ പ്രൗഢിയോടുകൂടെ എൻ്റെ ഒരു ദാസനാണെന്ന് ഈ വചനത്തിൽ എഴുതി വെക്കുവാനും ഇയ്യോബ് എന്ന എൻ്റെ ദാസനെ കൊണ്ട് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ദൈവം അവനെ വിട്ടുകൊടുത്തത് എന്നുള്ളതായ സത്യം നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മറ്റൊരാളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശു പറയുന്നു, നിന്നെ പതിരുപോലെ പാറ്റുവാൻ സാത്താൻ എന്നോട് അനുവാദം ചോദിച്ചു, എന്നാൽ ഞാൻ നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് നിന്നെ വിട്ടുകൊടുത്തില്ല. കാരണം ഈ പത്രോസിനെ ആ സമയത്ത് വിട്ടുകൊടുത്താൽ അവൻ നിലനിൽക്കുകയില്ല എന്ന് യേശുവിനറിയാം. അതുകൊണ്ടാണ് സാത്താന് അവനെ വിട്ടുകൊടുക്കാഞ്ഞത് എന്നാണ് അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 10-12 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ദൈവം സാത്താന് അനുവാദം കൊടുക്കുകയാണ്. ഓക്കെ, അവനുള്ള നന്മകളൊക്കെ എടുത്തോ, എന്നാൽ അവൻ്റെ മേൽ കയ്യേറ്റം ചെയ്യരുത്, അവൻ്റെ മേൽ കൈവയ്ക്കരുത് എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഈ സാത്താൻ പറയുന്നതായ ഒരു കാര്യമുണ്ട്. വെറുതെയോ 1:9 വെറുതെയോ ഇയ്യോബ് നിന്നെ സേവിക്കുന്നത് അവന് എല്ലാവിധമായ നന്മകളും കൊടുത്തിട്ടില്ലയോ? ഇന്നത്തെ കാലത്ത് ഈ പ്രോസ്പെരിറ്റി തിയോളജി എന്ന് പറയുന്നത് ഒരു സാധാരണ പഠിപ്പീരാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. ദൈവത്തെ സേവിച്ചാൽ നന്മകൾ ലഭിക്കും, ഈ ലോകത്തിലെ അനുഗ്രഹങ്ങൾ ലഭിക്കും. ഈ അനുഗ്രഹങ്ങളൊക്കെ ദൈവത്തിൻ്റെ വകയാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നത്, അനുഗ്രഹത്തിനു വേണ്ടി. എന്നാൽ ഇവിടെ സാത്താനും അതുതന്നെയാണ് പറയുന്നത്. നീ അവനെ അനുഗ്രഹിക്കുന്നത് കൊണ്ടാണ് അവൻ നിന്നെ സേവിക്കുന്നത്. അവൻ നിന്നെ സേവിക്കുന്നുണ്ട്, നീ അവനെ ധാരാളമായിട്ട് അനുഗ്രഹിച്ചിട്ടില്ലയോ? ഈ പ്രോസ്പെരിറ്റി തിയോളജി എന്ന് പറയുന്നത് സാത്താൻ്റെ പഠിപ്പീരാണ്. എന്നാൽ ജീവിതത്തിൻ്റെ ഏത് അനുഭവം വന്നാലും കർത്താവിന് വേണ്ടി നിൽക്കുവാനും യേശു പഠിപ്പിച്ചപ്പോൾ ഓരോ ദിവസത്തേക്ക് ദൈവം വേണ്ടതൊക്കെയും നൽകി തന്ന വിശ്വാസ ജീവിതം നമ്മളുടെ ജീവിതത്തിൽ നയിക്കുവാൻ വേണ്ടിയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. വിശ്വാസത്തോടുകൂടി ജീവിച്ചാൽ നമ്മൾക്ക് ഓരോ ദിവസവും ദിനം തോറും ആവശ്യമായ നന്മകൾ ഉയരത്തിൽ നിന്ന് നൽകി തന്ന് കർത്താവ് നമ്മെ നടത്തും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പഠിപ്പേര്. ആദ്യമായിട്ട് 1:14 നമ്മൾ നോക്കുമ്പോൾ ശേബയർ എന്ന് പറയുന്നവർ കടന്നു വന്ന ആടുമാടുകളെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നതായിട്ട് നമുക്ക് കാണുന്നു. 19-ാമത്തെ വാക്യത്തിൽ നോക്കുമ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റ് വന്ന് മക്കൾ എല്ലാവരും മരിച്ചു പോകുന്നു. ഇങ്ങനെ ഭയങ്കരമായ നാശനഷ്ടങ്ങൾ കുടുംബത്തിൽ കടന്നു വന്നപ്പോൾ മക്കൾ നശിച്ചു, സമ്പത്തുകൾ എല്ലാം നശിച്ചു, എല്ലാം തീക്കിരയായി തീർന്നു. അങ്ങനെയുള്ളതായ ഒരവസ്ഥയിൽ അതിൽ നിന്ന് ഒരുത്തൻ ഓടി വന്ന് വിവരങ്ങൾ അറിയിക്കുമ്പോൾ തളർന്ന് ക്ഷീണിച്ചവനായിട്ട് ഈ ഇയ്യോബ് തീരുന്നു എങ്കിൽ തന്നെയും ആ പ്രതിസന്ധിയിൽ എന്താണ് അവൻ പറയുന്നത്? 1:21 വാക്യം കാണുന്നത്, നഗ്നനായി ഞാൻ ഈ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകും എന്നുള്ളതായ ആ വിശ്വാസത്തിൻ്റെ വാക്കാണ് ഇയ്യോബ് അവിടെ പറയുന്നത്. എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും മാറത്തടിച്ച് കരഞ്ഞ് ഹോപ്പില്ലാതെ ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ടല്ല, ദൈവം ഇതെല്ലാം എനിക്ക് വേണ്ടി നൽകി തന്നു. അവൻ്റെ സമയത്ത് അവൻ എടുത്തു. ഞാൻ നഗ്നനായിട്ട് അമ്മയുടെ ഉദരത്തിൽ നിന്നും ഇവിടേക്ക് ഇറങ്ങി വന്നപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. നഗ്നനായി ലോകത്തിലേക്ക് കടന്നു. അതുപോലെ തന്നെ മരിക്കുമ്പോൾ നഗ്നനായി തന്നെ, ഒന്നുമില്ലാത്തവനായി തന്നെ, വെറും കൈയോടുകൂടെ ഈ ലോകത്തിലേക്ക് ഞാൻ പോകേണ്ടവനാണ്. യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ലോകം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ളതായ കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ രോഗങ്ങൾ, ദുഃഖങ്ങൾ, വലിയ തീരാ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ദൈവത്തെ പ്രാകുന്നതായ മനുഷ്യരുണ്ട്, ദൈവത്തെ ശപിക്കുന്നവരുണ്ട്, ദൈവസന്നിധിയിൽ നിന്നും മാറിപ്പോകുന്നവരുണ്ട്. എന്നാൽ യോബിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ഭക്തനായിരുന്നു കൊണ്ട് യഹോവയോട് പറ്റിച്ചേർന്നു. യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നാണ്
ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. യഹോവ തന്നു, യഹോവ എടുത്തു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു മടങ്ങിപ്പോക്കുണ്ട് എന്നുള്ള സത്യം അവൻ്റെ ജീവിതത്തിൽ അംഗീകരിക്കുകയാണ്. മക്കൾ പോയി, പ്രിയപ്പെട്ടവരൊക്കെ പോയി, എന്നാൽ ഞാനും ഒരു നാൾ ഇതുപോലെ മടങ്ങിപ്പോകേണ്ടവനാണ് എന്ന് അഡ്മിറ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ളതായ കാര്യത്തിൽ നമ്മൾക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്, സ്തോത്രം. യോബിനെ 22-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 7 മുതൽ 9 വരെയുള്ളതായ വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്ന ദൈവത്തിൻ്റെ അനുവാദത്തോടുകൂടെ നീ അവൻ്റെ ജീവൻ്റെ മേൽ മാത്രം കൈവയ്ക്കരുത്, അവൻ്റെ ശരീരത്തിൻ്റെ മേൽ നീ കൈ വെച്ചുകൊള്ളാനുള്ള അനുവാദം വാങ്ങിച്ചുകൊണ്ട് യോബിൻ്റെ ശരീരം എല്ലാം പരുക്കളാൽ ബാധിച്ചു എന്നാണ് അവിടെ നമ്മൾക്ക് കാണുന്നത്. അവൻ ഒരു ഓട്ടിൻ കഷണം എടുത്തുകൊണ്ട് ദേഹമെല്ലാം ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഭയങ്കരമായ പരുക്കൾ ചാരത്തിൽ ഇരുന്നു കൊണ്ട്. ഇനി അവൻ്റെ ഭാര്യ പോലും അവനെ ദൈവത്തെ നിന്ദിച്ചിട്ട് അല്ലെങ്കിൽ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ഇനി ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാതെ, ദൈവത്തോടുള്ള ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് ഇരിക്കാതെ നീ അവനെ തള്ളിക്കളയുക എന്നുള്ളതായ അഡ്വൈസാണ് ഭാര്യ പോലും ഈ ഇയ്യോബിന് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ളതായ അവസ്ഥകളൊക്കെ വരുമ്പോഴും ഇയ്യോബിന് ഈ പ്രവർത്തനത്തെക്കുറിച്ചോ ദൈവത്തോട് ഈ സാത്താൻ സംസാരിക്കുന്നതോ സാത്താൻ്റെ ആഗ്രഹമോ സാത്താൻ്റെ ഈ നിരൂപണങ്ങളോ പ്രവർത്തനങ്ങളോ ദൈവം കൊടുക്കുന്ന അനുവാദങ്ങളോ ഒന്നും അവന് മനസ്സിലാകുന്നില്ല എന്ന് കാണാം. എന്നാൽ ഇത് ഇന്നത്തെ കാലത്ത് ദൈവം നമ്മൾക്ക് വളരെയധികം വെളിപ്പാടുകൾ നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ കാലത്ത് പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു ഈ അന്ത്യകാലത്ത് കടന്നു വന്ന് പിതാവിനെക്കുറിച്ച് നമ്മളെ ആ വെളിപ്പാട് നൽകിയിരിക്കുന്നു. സ്വർഗത്തെക്കുറിച്ചുള്ളതായ വെളിപ്പാട്, ന്യായവിധിയെക്കുറിച്ചുള്ളതായ വെളിപ്പാട്, ശുദ്ധീകരണത്തെക്കുറിച്ചുള്ള വെളിപ്പാട്, ആലയത്തെക്കുറിച്ചുള്ള വെളിപ്പാട്, മാനസാന്തരത്തെക്കുറിച്ചുള്ള വെളിപ്പാട്, വീണ്ടും ജനനത്തെക്കുറിച്ചുള്ളതായ വെളിപ്പാട്, ഇതെല്ലാം നൽകി തന്ന് അങ്ങനെ വെളിപ്പാടുകൾ ധാരാളം ലഭിച്ച് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ആ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ആദാമിൻ്റെ സമയം മുതൽ പ്രോഗ്രസീവ് റെവലേഷൻ കുറേശ്ശെയായിട്ട് ഓരോരോ തലമുറകൾക്ക് നൽകുന്നു. എന്നാൽ ഈ പുതിയ നിയമത്തിൽ ജീവിക്കുന്നതായ നമ്മൾക്ക് ഒക്കെയും ഈ വളരെ വെളിപ്പാട് വളരെയധികമായിട്ട് യേശു ക്രിസ്തു മുഖാന്തരം ഈ അന്ത്യകാലത്ത് തന്നിരിക്കുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ കാര്യമാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞ് ഇയ്യോബിൻ്റെ ജീവിതം ഇങ്ങനെ കഷ്ടപ്പാടിൻ്റെ മധ്യത്തിലായിരിക്കുമ്പോഴാണ് അവൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരുണ്ട്. അവർ ഈ കാര്യമൊക്കെ അറിഞ്ഞു. നമുക്കെങ്ങനെയാണ് അവൻ്റെ അടുക്കലേക്ക് പോകുന്നത്? ഇയ്യോബ് ഇങ്ങനെ ഇത്രമാത്രം കഷ്ടപ്പെട്ട് വേദനപ്പെട്ട് നിരാശപ്പെട്ട് ഈ ദേഹമൊക്കെ ഓട്ട് കഷ്ണമെടുത്ത് ഇങ്ങനെ ചുരുണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവനോട് ഏത് രീതിയിൽ ആശ്വാസം പറയുവാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരും സഹതിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ എനിവേ ഈ എലിഫസ്, ബിൽദാദ്, സോഫർ എന്ന് പറയും 2-ാം അധ്യായത്തിൻ്റെ 11-ാം അധ്യായം മുതൽ ഈ കൂട്ടുകാരെക്കുറിച്ച് നമ്മൾക്ക് കാണാം. അവർ ഈ തൻ്റെ കൂട്ടുകാരനായ ഈ ഇയ്യോബിനെ സന്ദർശിക്കുവാനായിട്ട് അവൻ്റെ അടുത്തിലേക്ക് കടന്നു പോകുന്നു. എന്നാൽ അവർ കൗൺസിലിങ്ങിന് വേണ്ടിയാണ് പോകുന്നത്. കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അവരോട് സംസാരിച്ചു കൊണ്ട് തന്നെ ഇരിക്കാതെ അവരിൽ നിന്നും വല്ലതും കേൾക്കുവാൻ കൂടെയുള്ളതായ അവസരം ലഭിക്കണം. നമ്മളുടെ മൗത്ത് ഷട്ട് ചെയ്യുവാൻ നമ്മൾ പഠിക്കണം. അതാണ് കൗൺസിലിങ്ങിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ആ ഒരു പ്രിൻസിപ്പിളിലാണ് അവിടെ കാണുന്നത്. അവൻ്റെ വ്യസനം അതികഠിനമെന്ന് കണ്ടിട്ട് അവർ ആരും ഒരു വാക്കും മിണ്ടാതെ 7 പകൽ അവനോടുകൂടെ ഇരുന്നു. 7 പകൽ സമയം ഈ 3 കൂട്ടുകാരും ഈ ഇയ്യോബിനോട് കൂടെ ഇരുന്നിട്ട് അവരുടെ വാക്ക് ഒന്നും പറയാതെ വാപ്പുത്തിക്കൊണ്ട് അവനെന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കാം എന്നുള്ളതായ താല്പര്യത്തോടു കൂടി മിണ്ടാതെയിരുന്നു. കൗൺസിലിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഒരുവൻ വളരെ വിഷമിച്ച് വളരെ പ്രയാസപ്പെട്ട് ഇരിക്കുമ്പോൾ നമ്മൾ അവിടേക്ക് കടന്നു ചെന്നാൽ
ഒരു പക്ഷേ ഒരു വാക്കുകൊണ്ട് പറഞ്ഞാൽ, മനുഷ്യ വാക്കുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കാനായിട്ട് സാധ്യമാകില്ല. എന്നാൽ നമ്മുടെ ശാരീരികമായ പ്രസൻസ് കൊണ്ട്, നമ്മളുടെ പ്രസൻസ് അവിടെ ഉണ്ടെങ്കിൽ അതൊരാശ്വാസമായിരിക്കും. അവിടെ കടന്നു ചെന്ന് ഒന്നും മിണ്ടാതെ ഇരുന്നാൽ തന്നെയും അത് ഒരു ആശ്വാസമാണ്. ആ ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ ഈ കൂട്ടുകാർ കാണിക്കുന്നത്. 7 പകൽക്കാലം അവർ ഒന്നും മിണ്ടാതെ മനുഷ്യ വാക്കുകൾ കൊണ്ട് ആശ്വാസം കൊടുക്കുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ അതിന് ശ്രമിക്കാതെ അവർ അങ്ങനെ 7 പകൽക്കാലം അവിടെ ഇരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇയ്യോബ് സംസാരിക്കുന്നുണ്ട്. പിന്നീട് 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ എലിഫസ് എന്ന് പറയുന്നതായ കൂട്ടുകാരന് സംസാരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ സംസാരം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ ഈ കൗൺസിലിംഗ് പ്രിൻസിപ്പിളൊക്കെ അങ്ങ് മറന്നുപോയി. ആകപ്പാടെ വിഷമിച്ച് മനസ്സ് തകർന്ന് ക്ഷീണിച്ചിരിക്കുന്നതായ ഈ യോബിൻ്റെ മേൽ അവൻ്റെ കുറ്റം കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ അവൻ്റെ ജീവിതത്തിൽ വന്നതെന്ന് അടിച്ചേൽപ്പിക്കുവാൻ വേണ്ടി, കൺവിൻസ് ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്നതായ വാക്കുകളാണ് ഈ കൂട്ടുകാരിൽ നിന്നും ഇയ്യോബിന് ലഭിക്കുന്നത്. തുടർന്നുള്ളതായ അധ്യായങ്ങൾ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ 3 കൂട്ടുകാർ, എലിഫസ് എന്ന് പറയുന്നവന്, ബിൽദാദ് എന്ന് പറയുന്നതായ കൂട്ടുകാരന്, സോഫർ എന്ന് പറയുന്നതായ കൂട്ടുകാരന്, അവരുടെ ആ വാക്കുകളൊക്കെ നമ്മൾ വായിച്ച് നോക്കുമ്പോൾ അവിടെയൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് ഉള്ളതായ കാര്യം, അവർ കണ്ടെത്തിയതായ സത്യങ്ങൾ അല്ലെങ്കിൽ വിവരണങ്ങൾ അവർ അതിൻ്റെ കൺക്ലൂഷനൊക്കെ അവർ ഈ ഇയ്യോബിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഉദാഹരണമായിട്ട്, ഈ കഷ്ടതയുടെ കാരണം പാപമാണ്. നിൻ്റെ ജീവിതത്തിൽ ആരും അറിയാത്ത പാപം ചിലപ്പോൾ കണ്ടേക്കാം. അതുകൊണ്ടാണ് നിനക്കിങ്ങനെ വന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ വരുന്നതിനുള്ളതായ ചാൻസ് ഒന്നുമില്ല. അങ്ങനെയുള്ളതായ അവരുടെ ആ ഫിലോസഫികൾ ഇയ്യോബിൻ്റെ മേൽ അടിച്ച് ഏൽപ്പിക്കുവാനായിട്ട് തുടങ്ങുന്നു. അതുപോലെ തന്നെ ഈ കപടഭക്തി മൂലം ഇതിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാകാനുള്ളതായ സാധ്യതയുണ്ട് എന്നുള്ളതായ കാര്യങ്ങളിലൊക്കെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കൂട്ടുകാർ ഓരോരോ തിയറികൾ ഉണ്ടാക്കി ഇയ്യോബിൻ്റെ മേൽ കൂടുതൽ വേദന പകരുന്നതായ അനുഭവമാണ് അവിടെ നമ്മൾക്ക് അവരുടെ സംഭാഷണത്തിൽ നിന്നും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ആ ഭാഗങ്ങളൊക്കെ ഞാനങ്ങ് വിടുകയാണ്. ഈ കൂട്ടുകാരുടെ അവരുടെ ഐഡിയകളും അവരുടെ തിയോളജിയും അവരുടെ ഫിലോസഫിയും ഒക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിക്കൊള്ളുക. അത് എൻ്റെ ഉദാഹരണം ഇങ്ങനെയാണ്. ഇങ്ങനെ പാരമ്പര്യമായ കപടഭക്തി, ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ നിൻ്റെ ജീവിതത്തിൽ പാപങ്ങളുണ്ട്, അതുകൊണ്ടായിരിക്കാം നിനക്കിങ്ങനെയുള്ളതായ പ്രശ്നം വന്നത് എന്നാണ് അവർ ഇയ്യോബിനോട് പറയുന്നത്. എന്നാൽ ഇയ്യോബ് ഇതൊക്കെ കേൾക്കുമ്പോൾ കോപമുള്ളവനായിട്ട് തീരുന്നു, അവരോട് കോപിഷ്ഠനായിട്ട് തീർന്നതായ അവസരങ്ങളുണ്ട്. എന്നാൽ അതിനുപരിയായിട്ട് ദൈവത്തോട് പ്രാഗൽഭ്യത്തോടു കൂടെ ഇയ്യോബിൻ്റെ വാക്കിൽ നിന്നും വരുന്നതായ ആ വിശ്വാസത്തിൻ്റെ വാക്കുകൾ, പ്രത്യാശയുടെ വാക്കുകളുണ്ട്, സ്നേഹത്തിൻ്റെ വാക്കുകളുണ്ട്, ക്ഷമയുടെ വാക്കുകളുണ്ട്. അതോടൊപ്പം തന്നെ സ്വയം നീതിയുടേതായ വാക്കുകളുണ്ട്. ഞാനൊരു പാപിയല്ല, ഞാൻ പാപം ചെയ്യാത്ത ഒരു മനുഷ്യനാണ് എന്ന് തന്നെ പറയുന്നതായ വാക്കും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അതിനേക്കാൾ എല്ലാം ഏറ്റവും ഉപരിയായി വളരെ അനുഗ്രഹിക്കപ്പെട്ടതും വളരെ സീരിയസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഈ പുസ്തകത്തിൻ്റെ ഒടുവിൽ ദൈവം തന്നെ പ്രത്യക്ഷനായിട്ട് അത് ഇയ്യോബിനോട് സംസാരിക്കുന്നതായ വാക്കുകൾ, ഇയ്യോബിൻ്റെ ജീവിതത്തെ അടിമുടി മാറ്റുന്നതായ ആ വാക്കുകളും അനുഭവങ്ങളും ഒക്കെ ഈ പുസ്തകത്തിൻ്റെ ഒടുവിലുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും കാതലായ വസ്തു എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ പുസ്തകത്തിൻ്റെ ഒടുവിലുള്ളതായ അധ്യായങ്ങൾക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതാണ്. എന്നാൽ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഇടയ്ക്ക് തൻ്റെ ജീവിതത്തിൽ കൂടെ പറയുന്നതായ ആ വിശ്വാസത്തിൻ്റെ വാക്കുകൾ കൂടെ നമ്മൾ അവിടെ ഇടങ്ങളിലായിട്ട് ചിന്തിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ്, സ്തോത്രം. ഇവിടെ
ഈ 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 12-ന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ ജ്ഞാനവും ശക്തിയും അവൻ്റെ പക്കൽ, ആലോചനയും വിവേകവും അവനുള്ളത്. ഈ കൂട്ടുകാരൊക്കെ അവരുടെ ജ്ഞാനവും അവരുടെ ഭക്തിയും കാര്യങ്ങളും ഒക്കെ ഈ ഇയ്യോബിൻ്റെ സന്നിധിയിലേക്ക് വിളമ്പുമ്പോൾ, ഈ കഷ്ടതയുടെ മധ്യത്തിൽ അവനെ കുറ്റം വിധിച്ചുകൊണ്ട് അവർ ഇങ്ങനെ വിളമ്പുമ്പോൾ ഇയ്യോബ് പറയുകയാണ്, സകല ജ്ഞാനവും സകല ശക്തിയും ദൈവത്തിൻ്റെ പക്കൽ നിന്ന് വരുന്നു, ആലോചനയും വിവേകവും അവനുള്ളതാണ്. നിങ്ങളുടെ ആലോചനയൊന്നും ഞാൻ എടുക്കുവാനായിട്ട് ഞാൻ തയ്യാറല്ല. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. അവൻ ആണ് എനിക്ക് ആലോചന പറയുന്നവൻ, എൻ്റെ ആലോചനക്കാരൻ അവൻ ആണ് എന്നാണ് പറയുന്നത്. 13-ന്റെ 14-ാമത്തെ വാക്യം വളരെ ഫേമസ് ആണ്. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും എന്നുള്ള വിശ്വാസത്തിൻ്റെ വാക്കാണ്. ഒരുപക്ഷെ ഞാൻ മരിച്ചെന്ന് വന്നേക്കാം, ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം ദൈവം എന്നെ കൊന്നതാണ് എന്ന് പറഞ്ഞേക്കാം. ആ ഭാഷ ഉപയോഗിച്ചാൽ തന്നെയും അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. കാരണം അവനെൻ്റെ സ്രഷ്ടാവാണ്, അവൻ വിവേകമുള്ളവനാണ്, അവൻ ആലോചനയിൽ വലിയവനാണ്. അതുകൊണ്ട് അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും, ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പാകെ തെളിയിക്കും എന്ന് പറയുമ്പോൾ ഇവരെ വെല്ലുവിളിക്കുകയാണ്. ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പാകെ തെളിയിക്കും. ഒരുപക്ഷെ ദൈവത്തോട് തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നത് പോലെയാണ് ഇവരെ അതെടുക്കുന്നത്. ഞാൻ എൻ്റെ നടപ്പ് നിഷ്കളങ്കതയിൽ, പാപമില്ലാത്ത അവസ്ഥയിൽ, നീതിയിൽ നടന്ന് ദൈവത്തിൻ്റെ മുമ്പാകെ ഞാനത് തെളിയിക്കുന്നത് നിങ്ങൾ കാണും, ദൈവവും സാക്ഷി പറയും എന്നുള്ളതായ ആ ഒരു ബോധ്യത്തോടു കൂടെയാണ് ഈ ഇയ്യോബ് അവിടെ തൻ്റെ വാക്കുകൾ അവിടെ ഉദ്ധരിക്കുന്നത് എന്ന് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. 13-ന്റെ 23-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെയാണ്, എൻ്റെ അതിക്രമവും പാപവും എന്നെ ഗ്രഹിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇയ്യോബ് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ അതിക്രമവും പാപവും എന്നെ ഗ്രഹിപ്പിക്കണമേ. തന്നെത്താനൊന്ന് ശോധന ചെയ്തിട്ട് ഇയ്യോബ് പാപമൊന്നും കാണുന്നില്ല. അതുപോലെ തന്നെ ഈ അതിക്രമം, ആരുടെയും അതിക്രമം ചെയ്ത് അതിക്രമിച്ച് കടന്ന് മറ്റുള്ളവരുടെ ഒന്നും പിടിച്ചു പറിച്ചായിട്ട് തനിക്ക് ഒന്നും ബോധ്യമാകുന്നില്ല. കർത്താവെ, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നീ എന്നെ ഗ്രഹിപ്പിക്കണമേ എന്നുള്ളതായ പ്രാർത്ഥന. ഗ്രഹിപ്പിച്ചാൽ ഞാൻ അത് കറക്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നുള്ളതായ ഒരു തയ്യാറെടുപ്പോടുകൂടെ തന്നെത്താൻ താഴ്ത്തുകയാണ്. 14-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധനുണ്ടോ? ആദാമിനെക്കുറിച്ച് പറയുകയാണ്. അശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധനുണ്ടോ? ആദാമെന്ന് പറയുമ്പോൾ അവൻ അശുദ്ധനായി തീർന്നു. ദൈവത്തിൻ്റെ വചനം കാക്കാതെ, ദൈവത്തിൻ്റെ ആലോചന അതുപോലെ അനുസരിക്കാതെ അവൻ അശുദ്ധനായി തീർന്നു. അവരുടെ സന്തതിയാണല്ലോ നാം. അങ്ങനെ ആയതുകൊണ്ട് ഈ ജനം എല്ലാം തന്നെ, മനുഷ്യരുടെ ഈ തലമുറകൾ എല്ലാം തന്നെ അശുദ്ധരാണ് എന്ന്. കാരണം അശുദ്ധനിൽ നിന്ന് ജനിച്ചതായ ആളാണ്. അതുകൊണ്ട് വിശുദ്ധന്മാരായിട്ടുള്ളതായ ആരുമില്ല എന്നുള്ളതായ സത്യം അവൻ അംഗീകരിക്കുകയാണ് തൻ്റെ കൂട്ടുകാരുടെ മധ്യത്തിൽ. 14-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വളരെ ഫേമസായ ഇയ്യോബിൻ്റെ ഒരു കോട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്നുള്ളതായ ഒരു ചോദ്യം. പഴയ നിയമത്തെ സംബന്ധിച്ചിടത്തോളം ഈ വെളിപ്പാടും മനുഷ്യന് യഥാർത്ഥമായി ക്ലിയറായിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ അബ്രഹാമിൻ്റെ സമയത്തോ അതിന് തൊട്ട് മുമ്പായിട്ടോ ജീവിച്ചിരുന്നതായ ഇയ്യോബ് ചോദിക്കുകയാണ്, മനുഷ്യൻ മരിച്ചാൽ അവൻ വീണ്ടും ജീവിക്കുമോ? എങ്ങനെയാണ് അവൻ ജീവിക്കുന്നത്? മരിച്ചു കഴിഞ്ഞ് എവിടേക്കാണ് പോകുന്നത്? എങ്ങനെയാണ് അവൻ വീണ്ടും ജീവിതത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളതായ ചോദ്യം. അതിനെക്കുറിച്ചുള്ളതായ ഒരു ഗ്രാഹ്യമുണ്ടായിരുന്നു, എന്നാൽ ക്ലിയർ പിക്ചറില്ലായിരുന്നു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനുശേഷമായിട്ട് വന്ന അബ്രഹാമിൻ്റെ കൊച്ചുമകനായിരുന്ന യാക്കോബും ഒരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായി, നിങ്ങൾ എൻ്റെ നരയെ ജീവനോടെ പാതാളത്തിലേക്ക് ഇറക്കുമാറാക്കും എന്ന് പറയുന്നു. തൻ്റെ
മകനായ യോസേപ്പിനെ കാണാതെയായപ്പോൾ വലിയ ദുഃഖം കൊണ്ട് പറയുകയാണ്, പാതാളത്തിലേക്ക് എൻ്റെ നരയെ നിങ്ങൾ ഇറക്കും. അത്രമാത്രം വളരെ വേദനയോടുകൂടെ പറയുമ്പോൾ ഒരു പാതാളത്തിലേക്ക് പോകുന്നതായ ഒരു റെവലേഷനാണ് യാക്കോബിന് കിട്ടിയിരുന്നത്. ഇവിടെ ഈ ഇയ്യോബ് ചോദിക്കുകയാണ്, പഴയ നിയമത്തിൽ മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ദി ബിഗസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നിട്ട് അവൻ നമ്മളുടെ മരണത്തെക്കുറിച്ചും നമ്മളുടെ ഉയർപ്പിനെക്കുറിച്ചും വീണ്ടും ഉള്ളതായ ജീവിതത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചുമുള്ളതായ ഒരു കംപ്ലീറ്റ് ക്ലിയർ പിക്ചർ നൽകി തന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുമാത്രവുമല്ല, അവൻ മരിച്ചു, അവൻ അടക്കപ്പെട്ടു, ആ മരണത്തെ ജയിച്ചുകൊണ്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് അവൻ ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ് അവൻ്റെ ജീവിതത്തിൽ കൂടി നമ്മളെ കാണിക്കുകയും ആ പാതയിൽ പിന്തുടരുന്നതായി നമുക്കൊരു ഉയർപ്പുണ്ട്, ജീവനുണ്ട്, നിത്യജീവനുണ്ട്. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കും എന്ന് ഈ ഇയ്യോബിൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകിക്കൊണ്ട് ലോക ജനതയോട് തന്നെ എല്ലായ്പ്പോഴും ദൈവവചനത്തിൽ കൂടെ സംസാരിക്കുന്നതായിട്ടാണ് നമ്മൾക്ക് കാണുന്നത്. മറ്റൊരു 16-17 എന്നീ 16-17 വാക്യത്തിൽ നമ്മൾക്ക് കാണുന്നത്, എങ്കിലും സാഹസം എൻ്റെ കൈകളിൽ ഇല്ല. ഈ കൂട്ടുകാരോട് പറയുകയാണ്, നിങ്ങൾ എന്തു പറഞ്ഞാലും എങ്കിലും സാഹസം എൻ്റെ കൈകളിലില്ല. എൻ്റെ പ്രാർത്ഥന നിർമ്മലമത്രേ. ഞാൻ നിർമ്മലമായി പ്രാർത്ഥിക്കുന്നവനാണ്. സാഹസം ഒന്നും എൻ്റെ കൈകളിലില്ല. എൻ്റെ കൈകളെല്ലായ്പ്പോഴും വെടിപ്പുള്ളതാണ്, നിർമ്മലതയാണ് ഉള്ളതാണ്, സത്യമുള്ളതാണ് എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ടാണ് കൂട്ടുകാരുടെ മധ്യത്തിൽ അവൻ്റെ ആ വാക്കുകൾ തുടരുന്നത്. 16-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം വളരെ ഫേമസ് ആണ്. എന്താണ് അവൻ പറയുന്നത്? എൻ്റെ സാക്ഷി സ്വർഗത്തിൽ, ദൈവം എൻ്റെ സാക്ഷിയാണ്, എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ജീവിക്കുന്നു. വളരെ പവർഫുള്ളായിട്ടുള്ളതായ വാചകമാണ് ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എൻ്റെ സാക്ഷി സ്വർഗത്തിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ 3 പേരും എൻ്റെ ക്ലോസ് ഫ്രണ്ട്സാണ്. നിങ്ങൾ എൻ്റെ സാക്ഷികളായിട്ട് എൻ്റെ നേരെ ഈ സാക്ഷ്യം പറഞ്ഞ് പാപമാണ് എൻ്റെ ഈ രോഗത്തിന് കാരണം, കഷ്ടതയ്ക്ക് കാരണം, നഷ്ടത്തിന് കാരണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് വക പോവുകയില്ല. ഞാനത് എടുക്കുന്നില്ല. എൻ്റെ സാക്ഷി, ഞാൻ സേവിക്കുന്നതായ എൻ്റെ ദൈവം ആണ്. അവൻ സ്വർഗത്തിൽ ജീവിക്കുന്നു. എൻ്റെ സാക്ഷി സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിലുള്ള ദൈവം അത് കാണുന്നുണ്ട്. എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിൽ ജീവിക്കുന്നു. എന്നെ ഇപ്പോൾ ഈ ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്തുവാനായിട്ട് ആരും ഈ ലോകത്തിലില്ല. എൻ്റെ ക്ലോസ് ഫ്രണ്ട്സായ നിങ്ങൾ പോലും എന്നെ ഒന്നുകൂടെ തളയ്ക്കുവാനായിട്ട് ശ്രമിക്കുന്നു. എന്നെ ഈ ലോകത്തിൽ നിന്ന് മാറ്റി മറിച്ച് തളർത്തിക്കളയുവാൻ വീണ്ടും ശ്രമിക്കുമ്പോൾ എൻ്റെ ജാമ്യക്കാരനായിട്ട് ഒരാളുണ്ട്. അവൻ ഉയരത്തിൽ ജീവിക്കുന്നുണ്ടെന്നുള്ള വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഉരയ്ക്കുന്ന മഹാനായ മനുഷ്യനാണ് ഈ ഇയ്യോബ് എന്ന് നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ബിൽദാദ് എന്ന് പറയുന്നതായ മനുഷ്യൻ വീണ്ടും പറയുകയാണ്, കൂട്ടുകാരൻ വീണ്ടും പറയുകയാണ്, ദുഷ്ടന്മാരുടെ കഷ്ടതകളെ പറ്റി അവൻ സംസാരിക്കുകയാണ്. അവൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും അവൻ്റെ ഈ പ്രായോഗിക ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന സത്യങ്ങളെയാണ് അവൻ ഇയ്യോബിൻ്റെ മേൽ ഇടുവാനായിട്ട് ശ്രമിക്കുന്നത്. പ്രൈസ് ഗോഡ്. 17 മുതൽ 21 വരെയുള്ളതായ വാക്യങ്ങൾ പറഞ്ഞിട്ട് പറയുകയാണ്, ഇങ്ങനെയുള്ളവർ ശപിക്കപ്പെട്ടവർ ഇങ്ങനെയാകും എന്നാണ് അവരുടെ അറിവ്. ഈ കൂട്ടുകാരൻ്റെ അറിവ്, ഈ ലോകത്തിൽ നിന്ന് സമ്പാദിച്ചതായ അറിവ് എന്താണ്? ഇങ്ങനെയുള്ളവർ കാര്യങ്ങളൊക്കെയും ചെയ്തവർ ശപിക്കപ്പെട്ടവരാകും. അങ്ങനെ ശപിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് നീ ഇയ്യോബേ. അതുകൊണ്ടാണ് നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും തീയിൽ എണ്ണ കോരി ഒഴിക്കുന്നത് പോലെ അവൻ്റെ മുറിവുകളെ കൂടുതലായിട്ട് വ്രണപ്പെടുന്നതായ കൂട്ടുകാരെയാണ് നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. 19-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ളതായ വാക്യങ്ങളിൽ തൻ്റെ പ്രീവിയസ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്തുകൊണ്ട് തൻ്റെ സ്വന്തം വീട്ടിലുള്ളതായ കാര്യങ്ങൾ, അനുഭവങ്ങൾ, ബന്ധുജനങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർപ്പിച്ചുകൊണ്ട് അവന് പറയുന്നതായ വാക്കുകളാണ്
14 വാക്യം മുതൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾ സമയമെടുത്ത് വായിക്കുക. അതിൻ്റെ അർത്ഥമൊക്കെ വളരെ ചിന്തിച്ച് നമ്മൾ വായിക്കേണ്ടതായ സമയമാണ്. ഇവിടെ 14 വാക്യം, എൻ്റെ ബന്ധുജനം ഒഴിഞ്ഞു മാറി, എൻ്റെ ഉറ്റ സ്നേഹിതന്മാർ എന്നെ മറന്നു കളഞ്ഞു, എൻ്റെ വീട്ടിൽ പാർക്കുന്നവരും എൻ്റെ ദാസികളും എന്നെ അന്യനായി എണ്ണുന്നു. ഞാൻ അവർക്ക് പരദേശിയായി തോന്നുന്നു. ഞാൻ എൻ്റെ ദാസനെ വിളിച്ചു, അവൻ വിളി കേൾക്കുന്നില്ല. എൻ്റെ വായു കൊണ്ട് ഞാൻ അവനോട് യാചിക്കേണ്ടി വരുന്നു. എൻ്റെ ശ്വാസം എൻ്റെ ഭാര്യയ്ക്ക് അസഹ്യവും എൻ്റെ യാചന എൻ്റെ ഉടപ്പിറന്നവർക്ക് അറപ്പുമായിരിക്കുന്നു. പിള്ളേരും എന്നെ നിരസിക്കുന്നു. ഞാൻ എഴുന്നേറ്റാൽ അവർ എന്നെ കളിയാക്കുന്നു. എൻ്റെ പ്രാണസ്നേഹിതന്മാരൊക്കെയും എന്നെ വെറുക്കുന്നു. എനിക്ക് പ്രിയരായവർ വിരോധികളായി തീർന്നു. എൻ്റെ ആസ്തി തൂക്കിനോടും മാംസത്തോടും പറ്റിയിരിക്കുന്നു. പല്ലിൻ്റെ മോണയോടെ ഞാൻ ശേഷിച്ചിരിക്കുന്നു. സ്നേഹിതന്മാരെ, എന്നോട് കൃപ തോന്നണമേ, ദൈവത്തിൻ്റെ കൈ എന്നെ തൊട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ സ്നേഹിതന്മാരോട് പറയുന്നത്. ഈ സമയത്ത് എന്നെ ഉപദ്രവിക്കാതെ നിങ്ങളൊന്ന് മിണ്ടാതിരിക്കുന്നു പറയുകയാണ്. ഈ 22 വാക്യം അതിൻ്റെ പറയുന്നത്, ദൈവം എന്ന പോലെ നിങ്ങളും എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? യോബിനെ തൻ്റെ സ്നേഹിതന്മാർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മാംസം തിന്ന് തൃപ്തി വരാത്തതെന്ത്? അയ്യോ, എൻ്റെ വാക്കുകൾ ഒന്ന് എഴുതി എങ്കിൽ, ഒരു പുസ്തകത്തിൽ കുറിച്ച് വെച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. അവയെ ഇരുമ്പാണിയും ഈയവും കൊണ്ട് പാറയിൽ സദാകാലത്തേക്ക് കൊത്തിവെച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല. എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് അവനെ കാണും. വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ളതായ ഇയ്യോബിൻ്റെ വിശ്വാസത്തിൻ്റെ വാക്കുകളാണ് നമ്മൾക്ക് ഒടുവിലായിട്ട് കാണുന്നത്. ആദ്യത്തെ വാക്കുകളൊക്കെ എന്ന് പറയുമ്പോൾ തൻ്റെ സ്വന്തം വീട്ടിൽ സ്വന്തപ്പെട്ടവർ തന്നെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നവരൊക്കെ ഇപ്പോൾ എതിരായിരിക്കുന്നു. ആരും തന്നെ സഹായത്തിന് വേണ്ടി അടുത്തു വരുന്നില്ല. വല്ലാത്ത ഒരു അവസ്ഥ. അവിടെയാണെങ്കിലും ഒടുവിലും വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഏറ്റുപറയുന്നതായ വാക്കാണ് ഒടുവിലായിട്ട് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ 23 വാക്യങ്ങൾ, ഞാൻ ഈ പറയുന്ന വാക്കുകളൊക്കെ ഒന്ന് എഴുതിയിരുന്നെങ്കിൽ, ഒരു പുസ്തകത്തിൽ കുറിച്ച് വെച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നുള്ളത് തൻ്റെ ആഗ്രഹമാണ്. ഒരു പക്ഷേ തൻ്റെ ഈ ജീവിതത്തിലെ വിടുതലിന് ശേഷമായിട്ട് ദൈവം അവന് ആയുസ് നീട്ടിക്കൊടുത്തപ്പോൾ അവൻ തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചതായിരിക്കാം എന്നുള്ളതായ ഒരു ചിന്തയുണ്ട്. അതല്ല എങ്കിൽ ഈ പുസ്തകം മോശ ഈ കാര്യങ്ങളൊക്കെ സംഗ്രഹിച്ചതിന് ശേഷം എഴുതി വെച്ചതായിരിക്കും എന്നും ഉള്ളതായ അഭിപ്രായം ഉണ്ട് എന്ന് നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. പ്രൈസ് യോബിൻ്റെ പുസ്തകം 23 അധ്യായത്തിലേക്ക് നമ്മൾ വേഗം കടന്നു പോവുകയാണ്. 23 അധ്യായത്തിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ എല്ലാം വായിച്ചാൽ കൊള്ളാമെന്നുള്ളതായ താല്പര്യമുണ്ട്. എന്നാൽ അതിനുള്ളതായ സമയമില്ല. 8 വാക്യം മുതൽ 10 വാക്യം വരെ ഇങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ കിഴക്കോട്ട് ചെന്നാൽ അവൻ അവിടെ ഇല്ല, പടിഞ്ഞാറോട്ട് ചെന്നാൽ അവനെ കാണുകയില്ല, വടക്കോട്ട് അവൻ പ്രവർത്തിക്കയിൽ നോക്കിയിട്ട് അവനെ കാണുന്നില്ല, തെക്കോട്ട് അവൻ തിരിയുന്നു, അവനെ കാണുന്നില്ല താനും. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. പ്രിയപ്പെട്ടവരെ, ഈ ഇയ്യോബ് പറയുന്നത്, എൻ്റെ കണ്ണുകൊണ്ട് അവനെ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ തെക്കോട്ടോ എൻ്റെ അടുത്തെങ്ങും ഈ ഭൂമിയിൽ എൻ്റെ അടുത്ത് ഈ ശോധനാവേളയിൽ എൻ്റെ ദൈവത്തെ കാണുന്നില്ല എങ്കിൽ തന്നെയും അതിൻ്റെ കൺക്ലൂഷനായിട്ട് പറയുന്നത്, ഇതിൻ്റെ മധ്യത്തിലും പറയുന്നത്, എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. ഞാൻ എങ്ങോട്ട് നടന്നാലും ഈ വേദനയോടുകൂടെ സഹിക്കുന്നതായ കാര്യങ്ങളൊക്കെയും അറിയുന്നതായ ഒരുത്തൻ ഉണ്ട് എന്നുള്ളതായ അറിവ് തനിക്കുണ്ടായിരുന്നു. അതുമാത്രമല്ല, അവൻ എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും എന്നുള്ളതായ വിശ്വാസം ഈ യോബിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളുടെയും ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ ഒക്കെ വന്നാൽ ചിലപ്പോൾ നമ്മൾക്കും അങ്ങനെയുള്ളതായ ചിന്ത വന്നേക്കാം. എന്നെ അവൻ കാണുന്നില്ലല്ലോ, എൻ്റെ പ്രാർത്ഥനയെ അവൻ കേൾക്കുന്നില്ലല്ലോ, ഞാൻ അങ്ങോട്ട് നോക്കുന്നു, ഇങ്ങോട്ട് നോക്കുന്നു, അവിടെ പോയി പ്രാർത്ഥിക്കുന്നു, ഇവിടെ പോയി പ്രാർത്ഥിക്കുന്നു. എങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യവും സഹായവും അവൻ്റെ കൈയുടെ പ്രവർത്തനവും അത്ഭുത പ്രവർത്തനങ്ങൾക്കും
എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ലല്ലോ എന്ന് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്നതായ അവസരങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ അവിടെ നമ്മൾ ഇയ്യോബിനോട് ചേർന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. നമ്മൾ നടക്കുന്നതായ ഓരോ സ്റ്റെപ്പുകളും അവൻ അറിയുന്നു. അവൻ സർവശക്തനാണ്, സർവജ്ഞാനിയായ ദൈവമാണ്. അതുകൊണ്ട് അവൻ എല്ലാം അറിയുന്നവനാണ്. അവൻ എല്ലായിടത്തും അവൻ്റെ പ്രസൻസ് ഉണ്ട്. അതുമാത്രമല്ല, ഒടുവിലായിട്ട് അവൻ പറയുന്നത്, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഒരു തട്ടാൻ പൊന്ന് എന്ന് പറയുന്ന ഉരുപ്പടി ആ കഠിനമായ ശക്തിയുള്ളതായ തീയിലേക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആ തട്ടാൻ്റെ കണ്ണ് എപ്പോഴും ആ പൊന്നിൽ സൂക്ഷ്മ നിരീക്ഷണം ചെയ്തുകൊണ്ട് അത് നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കുന്നത് പോലെ അതിൻ്റെ കറക്റ്റ് ടൈമിൽ അതിൻ്റെ കീടങ്ങൾ എല്ലാം നീക്കിയിട്ട് ഒരു ശുദ്ധീകരണം പ്രാപിച്ച പൊന്നായിട്ട് എടുക്കുന്നത് പോലെ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും എന്നുള്ളതായ ആ കാഴ്ചപ്പാട് അവന് ലഭിച്ചു. അത് നമ്മളുടെ ജീവിതത്തിലും എല്ലായ്പ്പോഴും ഉത്തേജനം നൽകുന്നത് ആയിരിക്കണം. പ്രൈസ് ഗോഡ്. 27-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇവിടെ എന്താണ് നമ്മൾക്ക് കാണുന്നത്? അവിടെ അല്പം വ്യത്യാസമുള്ളതായ കാര്യമാണ് നമുക്ക് കാണുന്നത്. ഇയ്യോബ് തൻ്റെ സുഭാഷിതം തുടർന്ന് ചൊല്ലിയത് എന്തെന്നാൽ, എൻ്റെ ന്യായം നീക്കിക്കളഞ്ഞ ദൈവത്താണ്, എനിക്ക് മനോവ്യസനം വരുത്തിയ സർവശക്തനാണ്. അവൻ്റെ കഷ്ടപ്പാടുകളുടെ തീച്ചൂളയിലാണ് അവൻ. അതിൻ്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ആ തീയിൽ എണ്ണയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും സഹായിപ്പാനില്ലാത്ത അവസ്ഥ. അവൻ്റെ വാക്കുകളിൽ അറിയാവുന്ന ഭാഷകളെല്ലാം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ദൈവത്തിലുള്ളതായ വിശ്വാസം അവൻ പകർന്നു കൊടുക്കുന്നു. എന്നാൽ വീണ്ടും അവിടെ എങ്ങും ഒരു ആശ്വാസവും മാനുഷികമായ നിലയിൽ കിട്ടാതെ ഇരിക്കുമ്പോൾ 27-ാമത്തെ വാക്യത്തിൽ തൻ്റെ വായിൽ നിന്ന് വരുന്നതായ ഒരു വാക്ക് ഇപ്പോൾ ഇങ്ങനെ കാണുന്നു, എൻ്റെ ന്യായം നീക്കിക്കളഞ്ഞ ദൈവത്താണ്. ഞാൻ ന്യായമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു, എന്നാൽ എൻ്റെ ദൈവം അതൊക്കെയും നീക്കിക്കളഞ്ഞല്ലോ, അതൊക്കെയൊന്നും കണക്ക് കൂട്ടുന്നില്ലല്ലോ. ഞാൻ ചെയ്ത നല്ല പ്രവൃത്തികൾക്ക്, നല്ല സേവനങ്ങൾക്ക് ഒക്കെ പ്രതിഫലം എൻ്റെ ദൈവം എനിക്ക് തരുന്നില്ലല്ലോ എന്നുള്ളതായ ഒരു ചിന്ത ആ കൂട്ടുകാരുടെ ഇടയിലേക്ക് പറയുകയാണ്. എനിക്ക് മനോവ്യസനം വരുത്തിയ സർവശക്തനാണ്. എനിക്ക് ഈ മനോവ്യസനം വരുത്തിയത് എൻ്റെ സർവശക്തനാണ് ലോ എന്നുള്ളതായ ആ ഒരു ചിന്ത മനസ്സിൽ കയറിക്കൊണ്ടാണ് ഈ അധ്യായത്തിൽ 27-ാമത്തെ വാക്യം അല്ലെങ്കിൽ അധ്യായം അവൻ തുടരുന്നത്. 29-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇയ്യോബിൻ്റെ മുൻകാല സമ്പത്തിനെക്കുറിച്ചുള്ളതായ ആ ഒരു ചില ഓർമ്മകളൊക്കെ താൻ ഇവിടെ പ്രസ്താവിക്കുകയാണ്. ഈ കാര്യങ്ങൾ വളരെ നമ്മൾ സമയമെടുത്ത് വായിച്ച് മനസ്സിലാക്കിയാൽ എങ്ങനെയായിരുന്നു തൻ്റെ പിൻകാല അനുഭവങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. 29-ാമത്തെ അധ്യായം ഇങ്ങനെയാണ്. ഞാൻ വേഗം വായിക്കാം, നിങ്ങൾ സമയം എടുത്ത് വായിച്ച് ധ്യാനിക്കുക. ഇയ്യോബ് പിന്നെയും സുഭാഷിതം ചൊല്ലിയെന്തെന്നാൽ, അയ്യോ, പണ്ടത്തെ മാസങ്ങളിലെ പോലെ ദൈവം എന്നെ കാത്തുപോന്ന നാളുകളിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു എന്നുള്ളതായ ഒരു ആശയാണ് അവൻ്റെ ജീവിതത്തിൽ വരുന്നത്. അന്ന് എൻ്റെ ദീപം എൻ്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു. അവൻ്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടെ നടന്നു. എൻ്റെ കൂടാരത്തിന് ദൈവത്തിൻ്റെ സഖ്യത ഉണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോടുകൂടെ വസിക്കുകയും എൻ്റെ മക്കൾ എൻ്റെ ചുറ്റും ഇരിക്കുകയും ചെയ്ത എൻ്റെ ശുഭകാലത്തിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. ആ പഴയകാലം കാര്യമൊക്കെ ഓർത്തുകൊണ്ട് പറയുകയാണ്. ദൈവത്തിൻ്റെ സഹിത്വം അനുഭവിച്ചുകൊണ്ട് ജീവിച്ചതായ കാലം. 6-ാമത്തെ വാക്യം, അന്ന് ഞാൻ എൻ്റെ കാലുകളെ വെണ്ണ കൊണ്ട് കഴുകി, പാറ എനിക്ക് തൈല നദികളെ ഒഴുക്കി തന്നു. ഞാൻ പുറപ്പെട്ട പട്ടണത്തിലേക്ക് പടിവാതിൽക്കൽ ചെന്ന് വിശാല സ്ഥലത്ത് എൻ്റെ ഇരിപ്പിടം വയ്ക്കുമ്പോൾ യൗവനക്കാർ എന്നെ കണ്ടിട്ട് ഒളിക്കും. വൃദ്ധന്മാർ എഴുന്നേറ്റ് നിൽക്കും. പ്രഭുക്കന്മാർ സംസാരം നിർത്തി കൈ കൊണ്ട് വായ് പൊത്തും. ശ്രേഷ്ഠന്മാരുടെ ശബ്ദം അടങ്ങും. അവരുടെ നാവ് അണ്ണാക്കോട് പറ്റും. എൻ്റെ വാക്ക് കേട്ട ചെവി എന്നെ വാഴ്ത്തും. എന്നെ കണ്ട കണ്ണ് എനിക്ക് സാക്ഷ്യം നൽകും. തുടർന്നുള്ളതായ വാക്യങ്ങളൊക്കെ ഇങ്ങനെയുള്ളതായ വാക്യങ്ങളാണ്.
തൻ്റെ മുൻകാല ജീവിതത്തിൽ ഇങ്ങനെ വളരെ ശ്രേഷ്ഠമായ ജീവിതത്തിൽ ജീവിച്ചതായ ഒരു മനുഷ്യനാണ്. പിശാചിൻ്റെ പരീക്ഷയ്ക്ക് ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ ഈ അവസരത്തിൽ താൻ ആ പഴയ കാലത്തെ കുറിച്ച് ഓർക്കുകയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇയ്യോബിൻ്റെ പുസ്തകം 31-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ഇയ്യോബിൻ്റെത് ഒരു വാക്ക് ഞാൻ വായിക്കട്ടെ. അതിൻ്റെ 6-ാമത്തെ വാക്യം: ദൈവം എൻ്റെ പരമാർത്ഥത അറിയേണ്ടതിന് ഒത്ത ത്രാസിൽ എന്നെ തൂക്കി നോക്കുമാറാകട്ടെ. ഇവിടെ പറയുന്നത് ഞാനൊരു പരമാർത്ഥിയാണ്. ഈ ദൈവം എൻ്റെ പരമാർത്ഥത അറിയേണ്ടതിന് ഒത്ത ത്രാസിൽ അവൻ എന്നെ തൂക്കി നോക്കട്ടെ. ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ തൻ്റെ കൂട്ടുകാരായ തൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സായിട്ടുള്ളതായ ആ കൂട്ടുകാർക്ക് ഇതൊന്നും പിടിക്കുന്നില്ല. ഇവിടെയൊക്കെ അവൻ സ്വയം നീതിക്കാരനാണ്, ഞാൻ പരമാർത്ഥിയാണ്, എൻ്റെ ജീവിതത്തിൽ കുറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം നീതീകരിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് ഇവനെ ചിത്രീകരിക്കുന്നത്. എന്നാൽ അവിടെയും ഇവിടെ ഇയ്യോബ് പറയുന്നത് ദൈവം എൻ്റെ പരമാർത്ഥത അറിയേണ്ടതിന് അവൻ ഒത്ത ത്രാസിൽ എന്നെ തൂക്കുമാറാകട്ടെ. അവൻ്റെ അറിവിൽ അവൻ്റെ ജീവിതത്തിൽ കുറ്റങ്ങൾ ഒന്നും തന്നെയില്ല. ദൈവം എന്നെ തൂക്കി നോക്കിയാൽ ഞാൻ നീതിമാനായിരിക്കും എന്ന് ആണ് അവിടെ ഇയ്യോബ് പറയുന്നത്. പ്രൈസ് ഗോഡ്. 30-ാം അധ്യായം 33-ാമത്തെ വാക്യം ഞാൻ നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ. അവിടെ ഇയ്യോബിൻ്റെ വാക്കുകളാണ് ഇവിടെ പറയുന്നത്. തൻ്റെ കൂട്ടുകാരോട് പറയുകയാണ്: ഞാൻ ആദാമിനെ പോലെ എൻ്റെ ലംഘനം മൂടി എൻ്റെ അകൃത്യം മാറിടത്ത് വെച്ച് മറച്ച് കളഞ്ഞുവെങ്കിൽ. താൻ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒന്നുകൂടെ വിശകലനം ചെയ്യുമ്പോൾ ആദാമിൻ്റെ ചരിത്രത്തിലേക്ക് പോവുകയാണ്. ഞാൻ ആദാമിനെ പോലെ, നമ്മളുടെ പൂർവ്വപിതാവായ ആദാമിനെ പോലെ എൻ്റെ ലംഘനം മൂടി എൻ്റെ അകൃത്യം മാറിടത്ത് മറച്ചു വച്ചെങ്കിൽ. നമ്മുടെ പൂർവ്വപിതാവായ ആ ആദാം ലംഘനം ചെയ്തു, ആ ലംഘനം മൂടിവെച്ചു, ദൈവത്തിൽ നിന്നും ഒളിച്ചോടിപ്പോകുവാനായിട്ട് ശ്രമിച്ചു. അങ്ങനെയുള്ളതായ ഒരു മനുഷ്യനല്ല ഞാൻ. ലംഘനത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞാൽ അത് അപ്പോൾ തന്നെ കറക്റ്റ് ചെയ്യുന്നതായ ഒരു മനുഷ്യനാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ ഞാനത് ചെയ്യാം എന്നുള്ളതായ ആ ഒരു ചിന്തയോടുകൂടിയാണ് ഇരിക്കുന്നത്. എന്നാൽ കൂട്ടുകാരുടെ മധ്യത്തിൽ ഈ ഇയ്യോബ് എങ്ങനെയാണ്? ഞാൻ ആദാമിനെ പോലെ അല്ല, അവൻ ലംഘനം മൂടിവെച്ചു, ഞാൻ അങ്ങനെ മൂടിവെച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നീ ഒരു സ്വയം നീതിക്കാരനാണ്, നിന്നെ തന്നെ നീ നീതീകരിക്കുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റം ചുമത്തുന്നതായ അവസ്ഥയാണ് അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. 32-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുന്നത് തൻ്റെ സ്നേഹിതന്മാരുടെയൊക്കെ ഈ വർത്തമാനങ്ങളൊക്കെ തുടർന്ന് വളരെ വളരെയധികമായിട്ട് അവരിങ്ങനെ സംസാരിക്കാനായിട്ട് കാണുന്നു. എന്നിട്ട് സ്നേഹിതന്മാരൊക്കെ ഇയ്യോബിൻ്റെ ഈ വർത്തമാനം അല്ലെങ്കിൽ ഇയ്യോബിൻ്റെ ഈ സ്വയം നീതീകരണം ഉള്ളതായ വാക്കുകൾ കേൾക്കുമ്പോൾ വളരെ കോപിഷ്ഠരാകുന്നതായിട്ടാണ് 32-ാം അധ്യായത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ ചിന്ത അവന് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിധത്തിൽ അവൻ്റെയും ജീവിതത്തിൽ ഒരു സ്വയം നീതീകരണം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ അറിവിൽ ദൈവത്തെ സ്നേഹിച്ചു, സേവിച്ചു, മുൻപോട്ട് പോയി എന്നുള്ളതാണ് നമ്മൾക്ക് ഇവിടെ നിന്നും കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് കൂട്ടുകാർ എല്ലാം അതിനെക്കുറിച്ച് സമ്മതിക്കാതെ, ഇതുകൊണ്ടാണ് അവൻ്റെ ജീവിതത്തിൽ കുഴപ്പം വന്നത്, പാപം വന്നത്, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടതകൾ, നഷ്ടങ്ങൾ ഒക്കെ വന്നത് അവൻ്റെ പാപം കൊണ്ടാണ്, സ്വയം നീതീകരണം കൊണ്ടാണ് എന്നൊക്കെ തെളിയിക്കുമ്പോൾ അതിനൊന്നും എഗ്രി ചെയ്യാതെ അതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്താണ് ഈ ഇയ്യോബ് ഇവിടെ നിൽക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ നീതിപ്രവൃത്തികൾ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടിരുന്നതായ ഒരു മനുഷ്യനാണ് ഈ ഇയ്യോബ്. ഇവിടെ ഒരു കാര്യം വാസ്തവമാണ്, നീതിപ്രവൃത്തികൾ മാത്രം ചെയ്തുകൊണ്ട്
ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് ആർക്കും കഴിയുകയില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുന്നതാണ്. എന്നാൽ അതിൻ്റെ മറുവശം കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ വഴികളിൽ നടക്കേണ്ടതിന് പകരമായിട്ട് നീതി ചെയ്യാതിരുന്ന് ദൈവത്തെ തോൽപ്പിക്കുവാനും ആർക്കും കഴിയുകയില്ല. നീതി ചെയ്ത് നീതീകരണം പ്രാപിക്കുവാനായിട്ട് ഒരുത്തന് സാധിക്കാതെ ഇരിക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് സ്വന്തം നീതിയാൽ സാധിക്കുകയില്ല എങ്കിൽ, അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. നീതി ചെയ്യാതിരുന്ന് ദൈവത്തെ തോൽപ്പിക്കാനും നമ്മൾ കഴിയുകയില്ല. ദൈവം എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട്, ഞാൻ ഇത്രയും നീതിയൊക്കെ ചെയ്തിട്ട്, നല്ല പ്രവൃത്തികളൊക്കെ മറ്റുള്ളവർക്ക് ചെയ്തിട്ട്, ദാനധർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് എന്നോട് ദൈവം തൻ്റെ നീതി കാണിക്കുന്നില്ലോ. ഈ കഷ്ടതകൾ, പ്രയാസങ്ങൾ, നഷ്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നതായ ഒട്ടനേകം ആൾക്കാർ ഈ ലോകത്തിലുണ്ട്. എന്നാൽ വീണ്ടും നീതി ചെയ്യാതെ ഇരുന്ന് ദൈവത്തെ തോൽപ്പിക്കുവാനായിട്ട് അങ്ങനെയുള്ളവർക്ക് കഴിയുകയില്ല എന്നുള്ളതായ ഒരു പാഠം കൂടെ നമ്മൾ ഇവിടെ നിന്നും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 38-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളുടെ ഈ പുസ്തകത്തിൻ്റെ ക്ലൈമാക്സിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. 38-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട് ഉത്തരം അരുളി ചെയ്തത് എന്തെന്നാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചുഴലിക്കാറ്റിൽ യഹോവ ഇയ്യോബിനോട് പ്രത്യക്ഷമാകുന്നു എന്ന് നമ്മൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഇവിടെയാണ് ദൈവം ഇയ്യോബിൻ്റെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ ഒരു വലിയ മാറ്റമാണ് അവിടെ സംഭവിക്കുന്നത്. 38-ാം അധ്യായത്തിൻ്റെ വാക്യങ്ങളൊക്കെ വളരെ മനോഹരമാണ്. ഇവിടെ ദൈവം ഇയ്യോബിനോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. 4-ാമത്തെ വാക്യം, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്കതറിയാമോ? നീയും നിൻ്റെ കൂട്ടുകാരും നീയും ഒക്കെ വളരെ ആർഗ്യുമെൻ്റാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ലോകത്തിലുള്ളതായ കാര്യങ്ങളെക്കുറിച്ചും വ്യവസ്ഥകളെക്കുറിച്ചും ഒക്കെ വലിയ അറിവുള്ളവരാണല്ലോ നീയും നിൻ്റെ കൂട്ടുകാരും എല്ലാവരും. എന്നാൽ ഞാനിപ്പോൾ നിന്നോട് ചോദിക്കുകയാണ് ചില ചോദ്യങ്ങൾ. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കുക. അതിൻ്റെ അളവ് നിയമിച്ചവൻ ആര്? നീ അറിയുന്നുവോ? അല്ല, അതിന് അളവ് നൂൽ പിടിച്ചവൻ ആരാണ്? പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാവരും സന്തോഷിച്ച് ആർക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ അടിസ്ഥാനം ഏതിൻ്റെ മേലാണ് ഞാൻ ഉറപ്പിച്ചത്? ദൈവം ചോദിക്കുകയാണ്. അല്ല, അതിൻ്റെ മൂലക്കല്ല് ഇട്ടവൻ ആര്? ഈ ഭൂമിയുടെ ഗർഭത്തിലെന്ന പോലെ സമുദ്രം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതിനെ കതകുകളാൽ അടച്ചവൻ ആര്? അന്ന് ഞാൻ മേഘത്തെ അതിനെ ഉടുപ്പും കൂരിരുളിനെ അതിനെ ചുറ്റാടയുമാക്കി. ഞാൻ അതിന് അതിർ നിയമിച്ചു, കതകവും ഓടാമ്പലും വെച്ചു. ഇത്രത്തോളം നിനക്ക് വരാം, ഇത് കടക്കരുത്, ഇവിടെ നിൻ്റെ തിരമാലകളുടെ ഗർവം നിലയ്ക്കും എന്ന് കൽപ്പിച്ചു. ഇവിടെ കടലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾക്കറിയാം, 1/3 ഭാഗം മാത്രമേ ഭൂമിയുള്ളൂ, 2 ഭാഗവും കടലാണ്. എന്നാൽ ഈ കടലൊക്കെ അതിൻ്റെ നിലയിൽ നിൽക്കുന്നത് കതകും ഓടാമ്പലുകളും വെച്ചിരിക്കുന്നത് പോലെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പനയാലാണ് എന്നാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 38-ാമത്തെ വാക്യം, മരണത്തിൻ്റെ വാതിലുകൾ നിനക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ? അന്ധതമസിൻ്റെ വാതിലുകളെ നീ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയുള്ളതായ ചോദ്യങ്ങൾ താഴോട്ട് ഓരോന്നോരോന്നോരോന്നായിട്ട് ഇയ്യോബിനോട് ചോദിക്കുകയാണ്. അപ്പോൾ 40-ാമത്തെ അധ്യായത്തിലേക്ക് ഈ ക്വസ്റ്റ്യൻസൊക്കെ അങ്ങോട്ട് വന്ന് കേട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. 38-ൻ്റെ 17-ാമത്തെ വാക്യങ്ങൾ ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് പല കാര്യങ്ങൾ ഇതിനകത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ലോകത്തിലുള്ളതായ സൃഷ്ടികളെക്കുറിച്ചൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. ഈ സൃഷ്ടികളെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ നിനക്ക് രാശി ചക്രത്തെ 32-ാമത്തെ വാക്യം, അതിൻ്റെ കാലത്ത് പുറപ്പെടുവിക്കാമോ? സപ്ത ഋഷികളെയും മക്കളെയും നിനക്ക് നടത്താമോ? ആകാശത്തിലെ നിയമങ്ങളെ നീ അറിയുന്നുണ്ടോ? അതിൻ്റെ ഭൂമിയിലുള്ളതായ സ്വാധീനത നിനക്ക് നിർണയിക്കാമോ? മുതലായ ചോദ്യങ്ങൾ ഒക്കെ ചോദിച്ചുകൊണ്ട്
ഇയ്യോബിൻ്റെ വായ അപ്പോൾ അടഞ്ഞുപോയി. ഇതൊന്നും തനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ് എന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ ഈ വലിയ മൃഗങ്ങളെ ഒക്കെ ഈ ലോകത്തിലേക്ക് നിർമ്മിച്ചവൻ, അതിനെയൊക്കെ നിനക്ക് നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കുമോ? അതിനെയൊക്കെ നിനക്ക് ലീഡ് ചെയ്യുവാനായിട്ട് സാധിക്കുമോ? അതിനെക്കുറിച്ചുള്ള വല്ല അണ്ടർസ്റ്റാൻഡിങ്ങും നിനക്ക് ഉണ്ടോ എന്നുള്ളതായ അതിനെയൊക്കെ ഭരിക്കുവാനായിട്ട് നിനക്ക് സാധിക്കുമോ എന്നുള്ളതായ ചോദിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിലെ അഹംഭാവം എല്ലാം താണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഏതാണ്ടൊക്കെ ആയിരുന്നു, ഞാൻ ഏതാണ്ടൊക്കെ ചെയ്തു, എന്നെ കഴിവതൊക്കെ ചെയ്തു എന്നുള്ളതായ ആ ഭാവം എല്ലാം അവൻ പോയിട്ട്, ഈ യെശയ്യാ പ്രവചനത്തിൻ്റെ 6-ാം അധ്യായത്തിൽ ഈ ഉയർന്നും പൊങ്ങിയുമുള്ളതായ സിംഹാസനത്തിൽ ഇരിക്കുന്നതായ ആ ദൈവത്തിൻ്റെ ശോഭയും ദൂതന്മാരുടെ കാഴ്ചയുമൊക്കെ കണ്ടപ്പോൾ യെശയ്യാവിൻ്റെ ജീവിതം താണതുപോലെ, അവൻ അശുദ്ധനായി തന്നെ കണ്ടതുപോലെ ഇവിടെ ഇതാ ഇയ്യോബും ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നപ്പോൾ, ദൈവിക സാന്നിധ്യം അനുഭവിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിന് ഒരു വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇത്രയൊക്കെ ദൈവം ചോദിച്ചു കഴിയുമ്പോൾ അവിടെ തന്നെക്കുറിച്ചുള്ളതായ ഒരു വെളിപ്പാട് തനിക്ക് ലഭിക്കുകയും ഇയ്യോബ് 40-ാമത്തെ അധ്യായത്തിൽ തന്നെ ഒന്നുകൂടെ വിനയപ്പെടുത്തുകയാണ്. അവിടെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. അതിന് ഇയ്യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, ഞാൻ നിസാരനല്ലോ, ഞാൻ നിന്നോട് എന്ത് ഉത്തരം പറയേണ്ടു? ഞാൻ കൈകൊണ്ട് എൻ്റെ വായ പൊത്തിക്കൊള്ളുന്നു. 1 വട്ടം ഞാൻ സംസാരിച്ചു, ഇനി ഉത്തരം പറയുകയില്ല. 2 വട്ടം ഞാൻ ഉരം ചെയ്തു, ഇനിയും മിണ്ടുകയുമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആ വിശുദ്ധി, ദൈവത്തിൻ്റെ ആ സാന്നിധ്യം, ദൈവത്തിൻ്റെ ആ മഹിമ കണ്ടു കഴിഞ്ഞപ്പോൾ, അവൻ്റെ ജ്ഞാനം കണ്ടു കഴിഞ്ഞപ്പോൾ ഇയ്യോബിന് തന്നെ അവൻ്റെ സന്നിധിയിൽ ഒന്നുമില്ലാത്തവനായിട്ട് തോന്നി, വിനയപ്പെടുത്തിയതായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവൻ്റെ ആ സ്വയം നീതീകരണം എന്ന് പറയുന്നതായ ആ കാര്യം ഒരു പരിധിവരെ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഇയ്യോബ് ഈ കാര്യം ദൈവത്തിൻ്റെ ആ സാന്നിധ്യം അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അവനെ തന്നെ ഒന്നുകൂടെ വിനയപ്പെടുത്തുന്നു, തൻ്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു, അനുതപിക്കുന്നു. ആ അനുതാപം, റിയലായിട്ടുള്ളതായ ഒരു അനുതാപമാണ് ദൈവസന്നിധിയിൽ അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 42-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം പറയുമ്പോൾ അതിങ്ങനെയാണ് പറയുന്നത്, ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുതെ പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഒരു കേൾവി മാത്രമേ ഇതുവരെയും കേട്ടിട്ടുള്ളായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ നിന്നെ ഞാൻ എൻ്റെ കണ്ണാൽ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു വലിയ വ്യത്യാസമുണ്ടാകുന്നു. ഞാൻ ഒരു അനുതാപത്തിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ഞാനിതാ എൻ്റെ ഹൃദയത്തിലൊരു തീരുമാനം എടുക്കുകയാണ് എന്നുള്ളതായ അനുതാപത്തിൻ്റെ അവസ്ഥയിലേക്ക് അവൻ കടന്നു വരുന്നതായിട്ടാണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. 42-ന്റെ 7-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ പറയുന്നത് അവരുടെ കൂട്ടുകാരോട് ദൈവം അരുളി ചെയ്യുകയാണ്, എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ 7 കാളയെയും 7 കോലാട്ടുകൊറ്റനെയും കൊണ്ടുവന്നിട്ട് ഇയ്യോബിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം കഴിക്കുവേൻ എന്ന് പറയുന്നു. അവർ അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ഇയ്യോബിനെ അവരുടെ പുരോഹിതനായിട്ട് ദൈവം പ്രഖ്യാപിച്ചുകൊണ്ടാണ്, നിങ്ങൾ ഇയ്യോബിൻ്റെ മുമ്പിൽ ഈ യാഗം കഴിക്കാൻ ഇയ്യോബ് നിങ്ങളുടെ പുരോഹിതനായിട്ട് എന്നോട് പ്രാർത്ഥിക്കും, അപ്പോൾ നിങ്ങളുടെ സ്ഥിതിക്കും വ്യത്യാസം വരും എന്ന് പറഞ്ഞുകൊണ്ട് അത് അവരെ അനുസരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ നമ്മൾക്ക് കാണുന്നത്. പ്രൈസ് ഗോഡ്. യഹോവ ഇയ്യോബിൻ്റെ മുഖത്തെ ആദരിച്ചു. 10-ാമത്തെ വാക്യം, ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി.
മുമ്പേ ഉണ്ടായിരുന്നതൊക്കെ യഹോവ ഇയ്യോബിന് ഇരട്ടിയായിട്ട് കൊടുത്തു. അവൻ്റെ സകല സഹോദരന്മാരും സഹോദരിമാരും മുമ്പേ പരിചയമുള്ളവരൊക്കെയും അവൻ്റെ അടുക്കൽ അവൻ്റെ വീട്ടിൽ വന്ന് തന്നോടുകൂടെ ഭക്ഷണം കഴിച്ചു. 12-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇങ്ങനെ യഹോവ ഇയ്യോബിൻ്റെ പിൻകാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു എന്നാണ് നമ്മൾക്ക് ഇവിടെ കാണുന്നത്. പ്രൈസ് ഗോഡ്. ഇവിടെ 9-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ യഹോവ ഇയ്യോബിൻ്റെ മുഖത്തെ ആദരിച്ചു എന്ന് പറയുന്നതിന് വലിയ വിലയുണ്ട്. ദൈവം ഒരുത്തനെ ആദരിച്ചു കഴിഞ്ഞാൽ അത് ഏത് ഒരു മനുഷ്യൻ ആദരിക്കുന്നതിനേക്കാളും ഉയർന്ന നിലയിലായിരിക്കും. എല്ലാ വിധത്തിലും ആദരിക്കും. മറ്റു മനുഷ്യർ എല്ലാവരും ആദരിച്ചവരെല്ലാം മാറിപ്പോയപ്പോൾ ഇതാ ദൈവം ഒരു മനുഷ്യനെ, തന്നെ സേവിച്ചതായ ഒരു മനുഷ്യനെ ആദരിക്കുന്നതായ ഒരു അനുഭവമാണ് ഈ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ കൂടെ നമുക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നത്. ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മളോടും ഒരു ലെസൺ പഠിക്കുവാനായിട്ട് പറയുന്നത് ദൈവത്തിന് വേണ്ടി നിൽക്കുക, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക, കഷ്ടതയിലും പ്രയാസപ്പെട്ടു പോകാതെ ദൈവത്തിന് വേണ്ടി കാത്തിരുന്നാൽ ദൈവം നിൻ്റെ മുഖത്തെ ആദരിക്കുന്ന ദൈവമാണ്. നിൻ്റെ മുഖത്തെ ദൈവം ആദരിച്ചാൽ മറ്റ് എല്ലാവരും മാറിപ്പോയാലും അതിൻ്റെ എല്ലാം മുകളിലായിട്ട് ദൈവത്തിൻ്റെ ആ മുഖം നിൻ്റെ മേൽ പ്രകാശിച്ച് അനുഗ്രഹമായിട്ട് നിലനിൽക്കും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ഒരു മനുഷ്യനെ ആദരിച്ചപ്പോൾ അവൻ്റെ സ്നേഹിതന്മാരെല്ലാം അടുത്ത് വന്നു. പഴയ നഷ്ടപ്പെട്ടു പോയ കൂട്ടുകാർ എല്ലാം അടുത്ത് വന്നു. അവന് സമ്മാനങ്ങൾ നൽകുന്നു. പഴയതെല്ലാം കൊള്ളുവാൻ തക്കവണ്ണം, റിസ്റ്റോർ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് അവനെ സഹായിക്കുന്നു. അവൻ്റെ സ്വത്തുക്കളൊക്കെ ഇരട്ടിയായിട്ട് നൽകിക്കൊടുക്കുന്നു. മക്കളെ വീണ്ടും 10 മക്കളെ നൽകിക്കൊടുക്കുന്നു. അങ്ങനെ ഇയ്യോബിൻ്റെ ജീവിതത്തെ നമുക്ക് 12-ാമത്തെ വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെ യഹോവ ഇയ്യോബിൻ്റെ പിൻകാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു എന്ന് നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ പ്രിയപ്പെട്ടവരെ, ഇയ്യോബിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നിന്നും പഠിക്കുന്നതായ ആ പാഠം എന്താണ്, ലെസൺ എന്താണ്? ജീവിതത്തിൽ കഷ്ടതകളോ പ്രയാസങ്ങളോ വേദനയോ വന്നാലും ദൈവത്തെ തള്ളിപ്പറയാതെ മുൻപോട്ട് പോയാൽ ദൈവം നമ്മളെ ശുദ്ധീകരിച്ച് നടത്തുന്നതായ ഒരു സമയമുണ്ട്. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം. ഒരിക്കലും ദൈവത്തെ തള്ളിപ്പറയാതെ, ദൈവത്തോട് ദേഷ്യപ്പെടാതെ, പിണങ്ങാതെ, ദൈവപ്രവൃത്തികളും നന്മ പ്രവൃത്തികളും നിർത്തിവെക്കാതെ മുൻപോട്ട് കർത്താവിനെ സേവിച്ചുകൊണ്ട് മുൻപോട്ട് പോവുക. അതാണ് നമ്മൾ ഈ ലെസണിൽ നിന്നും പഠിക്കുവാനായിട്ട് ഉള്ളത്. ഇങ്ങനെ ദൈവത്തെ സേവിച്ചതായ, പരമാർത്ഥയോടുകൂടെ ദൈവത്തെ സ്നേഹിച്ചതായ ഒരു മനുഷ്യനായിരുന്നുവല്ലോ ഇയ്യോബ്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു മനുഷ്യനെ ആദരിച്ചതായ ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത്. ഇയ്യോബിനെ ദൈവം ആദരിച്ചുവെങ്കിൽ നമ്മളുടെയും ജീവിതത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ, കർത്താവിന് വേണ്ടി സംസാരിക്കുന്നുവെങ്കിൽ, കർത്താവിൻ്റെ മുൻപിൽ അനുതപിക്കുന്നുവെങ്കിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ നീതീകരണം പ്രാപിക്കുന്നുവെങ്കിൽ, അവൻ്റെ വചനം അനുസരിച്ച് മുൻപോട്ട് പോകുന്നുവെങ്കിൽ, അവൻ്റെ ഹിതപ്രകാരം നിൽക്കുന്നുവെങ്കിൽ, നിഷ്കളങ്കനായി ദോഷം വിട്ടകന്നവനായി ദൈവഭക്തനായി ജീവിക്കുന്നുവെങ്കിൽ അവൻ നിൻ്റെ മുഖം ആദരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ ദൈവത്താൽ ആദരിക്കപ്പെടുന്ന മുഖമുള്ളവരായിട്ട് നമ്മളുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. നമ്മൾക്കെല്ലാവർക്കും അതിന് ഇടയായി തീരുമാറാകട്ടെ. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇവിടെ ഈ പാഠം അവസാനിപ്പിക്കുന്നു. അടുത്ത പാഠത്തിൽ നമ്മൾക്ക് സങ്കീർത്തനങ്ങൾ ആരംഭിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.